നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് സ്വസ്ഥതയും പ്രാപ്തിയൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കാണുന്ന കാര്യങ്ങളെ അപ്പോൾ തന്നെ പ്രതികരിക്കുക, അത് മര്യാദക്ക് ശ്രദ്ധിക്കാതെ പ്രതികരിക്കുക, ഇവിടേക്കാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നത്. ഒരു വ്യക്തി സമ്പന്നനാകാതെ ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കുന്നത് അവൻ പെട്ടെന്നുണ്ടാകുന്ന ചില കാര്യത്തിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് അവിടെയാണ് നമ്മുടെ ജീവിതം ഒരിക്കലും മെച്ചപ്പെടാതെ പോകുന്നത്. നമ്മൾ കുറച്ച് ശാന്തത എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രാപ്തി, ഇത് നമുക്ക് മാനസിക സ്വസ്ഥത മാത്രമല്ല ആരോഗ്യവും നൽകുന്നതാണ്. നമ്മൾ കളിയാക്കുക, പുച്ഛിക്കുക, ആക്ഷേപിക്കുക, ഇതെല്ലാം നമ്മുടെ പ്രാപ്തിയില്ലായ്മയുടെ ലക്ഷണമാണ്. നൈമിഷികമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളുടെ അനന്തര ഫലമായിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ, നമ്മളെ കൊണ്ട് എടുപ്പിക്കേണ്ട തീരുമാനങ്ങൾ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് അയോഗ്യതയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഒരിക്കലും യോഗ്യനാകത്തില്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് എന്തിനാണ് ഞാൻ ഒരാളെ കളിയാക്കുന്നത്, ഈ കളിയാക്കുമ്പോൾ എന്തോ വലിയ കാര്യം സംഭവിച്ചെന്നാണ് നമ്മുടെ വിചാരം. സത്യത്തിൽ നമ്മൾക്ക് അവിടെ വളരെ നൈമിഷികമായിട്ട് ഉണ്ടാകുന്ന അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയതാണ്, പ്രാപ്തിയില്ലായ്മയും. അതുകൊണ്ട് സാധ്യത നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ വീണ്ടും ആഴത്തിൽ നിശബ്ദതയിലോട്ട് നമ്മുടെ ശ്രദ്ധ ഉണരുകയാണ് വേണ്ടത്. അവിടെയാണ് പ്രാപ്തനാകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ജീവിതത്തിൻ്റെ തകർച്ചക്കും ദുരന്തത്തിനും കാരണം എന്താണെന്ന്. നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ്.